ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ വീട്ടിലെല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അത് ഇപ്പോൾ ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ന്യൂ ഇയറിന് ഭക്ഷണം കഴിക്കാൻ ഉടുപ്പിയിൽ പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു മലായി കോഫ്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് അങ്ങനെ ട്രൈ ചെയ്താലോ. കാരണം എല്ലാവരും സൗത്ത് ഇന്ത്യൻ ഡിഷ് ഒരുപാട് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷ് മലയാളീസ് ചെയ്യൽ കുറവാണ്. ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷെ കുറവാണ്. എന്നാൽ പിന്നെ അവിടുത്തെ വെറൈറ്റീസൊക്കെ എടുത്ത് ഇങ്ങോട്ട് തട്ടാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം മലായി കോഫ്ത ഉണ്ടാക്കണം എങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യം കോഫ്ത ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇതുപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ പകുതി ഉരുളക്കിഴങ്ങ് പകുതിയായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പനീർ ഉരുളക്കിഴങ്ങും നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം. ഇത് മൈദയാണ് 1.5 ടേബിൾ സ്പൂൺ. ഇത് കോൺഫ്ലോറാണ് 1.5 ടേബിൾ സ്പൂൺ. നമുക്ക് മൊത്തം മൈദയിൽ വേണമെങ്കിലും ചെയ്യാം, കോൺഫ്ലോറിൽ മാത്രമായിട്ട് ചെയ്യാം, അതും അല്ലെങ്കിൽ ആരോ റൂട്ടിൻ്റെ പൗഡറിലും ചെയ്യാം. ഞാനിവിടെ 2 ഈക്വലായിട്ട് എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പിന്നെ ഇത് മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇലയാണ്, ഉണക്കി പൊടിച്ചത്. നമുക്ക് സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ കിട്ടും. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. നമുക്ക് ആദ്യം കോഫ്ത ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഉപ്പിൻ്റെ അളവ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യണം. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈദയുടെ കോൺഫ്ലോറിൻ്റെ അളവ് അങ്ങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ റെഗുലർ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കസൂരി മെത്തി, 3 മീഡിയം സൈസ് തക്കാളി പ്യൂരി ചെയ്തെടുത്തത്, 1.5 മീഡിയം സൈസ് ഉള്ളിയുടെ പേസ്റ്റ്. ഉള്ളി ലൈറ്റ് കളേർഡ് ആയിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക, ഡാർക്ക് കളറിന് കുറച്ച് കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു 1/2 കപ്പ്, ഇത് ഞാൻ പാലിൽ മുകളിൽ വരുന്ന പാലിൻ്റെ ആടയില്ല, അതൊന്ന് ബീറ്റ് ചെയ്തെടുത്താണ്. ഇതിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് 1/2 കപ്പ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അത് 2 ടീസ്പൂൺ. ഇത് ഒരു 8 ബദാം വെള്ളത്തിൽ കുതിർത്തി വെച്ച് അരച്ചെടുത്തതാണ്. അരച്ചെടുത്തിട്ട് ആ മിക്സിയിലുള്ളതൊക്കെ തീർത്തും വെള്ളമൊഴിച്ച് ഇങ്ങോട്ട് എടുത്തോളൂ, ഒരു തുള്ളി പോലും കളയണ്ട. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഇതിൻ്റെ കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ. കയ്യിലൊരൽപ്പം എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി വയ്ക്കാം. ഒരു ചെറുനാരങ്ങയുടെയൊക്കെ വലുപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കാം. ഫ്രൈ ചെയ്യാൻ നേരത്ത് നമുക്കിതൊന്ന് ഗോതമ്പ് പൊടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലോറിൽ, നമുക്ക് എടുത്ത മൈദയിൽ തന്നെ ആവാം, എന്തെങ്കിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാനിടാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബോൾസ് തയ്യാറായിട്ടുണ്ട്. ഞാനിത് ആട്ടയിലാണ് ഡിപ്പ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. മൈദ ഒരുപാട് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് പകുതി കോൺഫ്ലോർ ആക്കിയത്. ചില സിറ്റുവേഷനിൽ നിവർത്തിയില്ലല്ലോ. നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ബോൾസിൻ്റെ നടുവിൽ കാഷ്നട്ടോ ബദാമോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല ഇവിടെ. ഇനി കുക്ക് ചെയ്യാനായിട്ട് വലിയൊരു ഫ്രൈങ് പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടാവണം. അതായത് ഒരുപാട് ചൂടില്ലാതെ എണ്ണയുടെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഫ്തയൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് നല്ല ചൂടുണ്ടാവണം. എണ്ണയുടെ ചൂട് ചെക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു കോഫ്തയുടെ മാവ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നോക്കുക. അത് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റാണെന്ന് അർത്ഥം. ഇപ്പോൾ ചൂട് കറക്റ്റാണ്. നമുക്ക് നമ്മുടെ കോഫ്ത ഇട്ട് കൊടുക്കാം. അറ്റ് എ ടൈം കുറേ കോഫ്ത ഇട്ട് കൊടുക്കരുത്.
ഒരു 4-5 കോഫ്തയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കോഫ്തയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എണ്ണയുടെ ചൂട് എല്ലാ കോഫ്തയിലേക്ക് സ്പ്രെഡ് ആകുമ്പം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തിരിച്ചിട്ട് നല്ലപോലെ ബ്രൗൺ ആവുന്നവരെ എല്ലാ വശവും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് കോഫ്ത റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ കോഫ്തയും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കോഫ്ത മുഴുവൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി വേറൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ച് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിരുന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക. ഈ എണ്ണയിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മസാല ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്ന് അതിൽ ഏലക്കായൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും, പച്ചമണമൊക്കെ പോയിട്ട്. അപ്പം നമ്മുടെ ഉള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഉള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ട് ഉള്ളിയും ആ പച്ചമണമൊക്കെ പോയി ഒന്ന് മൂത്ത് വരണം. ഫ്ലെയിം ഹൈയിൽ കിടന്നോട്ടെ കേട്ടോ. അതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇവിടെ സിമ്മാക്കി വെക്കണം തീയെ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം വീണ്ടും ഹൈ ആക്കുക. ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കുക. ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ അത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബദാമിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എനിക്ക് ഉപ്പ് തീരെ പോരാ. ഇനി നമുക്ക് പാലിൻ്റെ ആട അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക.
ഈ സ്റ്റേജിൽ ഞാൻ 1 ടീസ്പൂൺ വെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. വെണ്ണ ചേർത്ത ശേഷം 1 മിനിറ്റ് കറി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേവണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലാക്കി ഇതൊരു 10 മിനിറ്റ് തിളയ്ക്കണം. ഈ സമയത്ത് അതിലേക്ക് ആ കസൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് തിളയ്ക്കട്ടെ. ഇപ്പം അതൊരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടോളൂ. ഈ കറി അത്യാവശ്യം തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരല്പം മല്ലിയില എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മലായി കോഫ്ത റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു 5-6 കോഫ്ത എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഗ്രേവി ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ മലായി കോഫ്ത സെർവ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. താങ്ക്